അല്ലപ്പോൾ ഇതാരൊക്കെയാണെന്ന് തോന്നിയില്ലേ? എൻ്റെ കസിൻസും ഞാനും കൂടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗായ്സ്. ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അങ്ങനെ നമ്മൾ ബസ് കയറി നേരെ പോകുന്നത് ആറ്റിങ്ങൽ പരാഗിലോട്ടാണ് കേട്ടോ. ഈ പുള്ളിക്കാരിക്ക് മാത്രം ഇച്ചിരി റെസ്റ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നേരെ വെച്ച് പിടിക്കുന്നത് പരാഗിലോട്ടാണ്. നമുക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ അവിടെ നിന്ന് കിട്ടും. ഞാൻ വല്ലാണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സംഭവം സെറ്റാണ്. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ എത്ര മെറ്റീരിയൽ വേണം, എങ്ങനത്തെ മെറ്റീരിയൽ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത്. കൂട്ടത്തിൽ എനിക്ക് ഹൽദിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ മെറ്റീരിയലും എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നമ്മൾ ആകെപ്പാട് കൺഫ്യൂഷനാവും, ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇത്താക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റാണി പിങ്ക് കളർ ഡ്രസ്സ് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷേ കുറച്ച് ടൈമൊക്കെ എടുത്തു, തുണി മുറിച്ചൊക്കെ തരണമല്ലോ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ബസ്സിൽ കയറി തിരിച്ചു പോവാണ് ഗൈസ്. കുറേ നാൾ കൂടിയാണ് നമ്മളെല്ലാവരും കൂടെ ഇതേപോലെ ഒരു യാത്ര സെറ്റാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.